വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ കാലിക്കറ്റിലെ പെരുന്നാൾ വിശേഷങ്ങളായിട്ടാണ്. പിന്നെ വിശേഷങ്ങളെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ, ഒരുപാടൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതുമാത്രമല്ല, ഇപ്രാവശ്യം നമ്മൾ 30 നോൻപ് എടുക്കാമെന്ന് കേട്ടോ കരുതിയത്. പക്ഷേ 29 ആയപ്പോഴേക്കും മാസം കണ്ടു. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പുറത്തോട്ട് വന്നതാണ്. ഇപ്പം നമ്മളുള്ളത് കുറ്റിച്ചിറ ആ ഒരു ഭാഗത്താണ് കേട്ടോ, ഫ്രാൻസിസ് റോഡ് കുറ്റിച്ചിറ. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരും പെട്ടെന്ന് അറിഞ്ഞ ആ ഒരു ഇതിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ചിക്കൻ വാങ്ങാനും അതുപോലെ തന്നെ ബീഫ് വാങ്ങാനൊക്കെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, സൂപ്പർ മാർക്കറ്റിലൊന്ന് പോകണമെന്ന് കരുതിയതായിരുന്നു, അപ്പോൾ അവിടെയും ക്യൂ ആണ്. അത് കണ്ടപ്പോൾ നമ്മൾ ബീഫ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിസ് റോഡ് വന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെയും ഭയങ്കര തിരക്ക്. അങ്ങനെ അവർ പറഞ്ഞു ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തരാൻ പറ്റുള്ളൂ, ഇവിടെ എത്ര ആൾ ക്യൂ ആണെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ വെറുതെ അവിടെ നിന്ന് സമയം കളയണ്ടെന്ന് കരുതി ഒന്ന് ബീച്ചിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ബീച്ചിൽ വലിയ തിരക്കൊന്നുമില്ല, കാരണം എല്ലാവരും ഷോപ്പിംഗ് മാളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു 12 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ശരിക്കും തിരക്ക് വരിക. അങ്ങനെ ബീച്ചിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ 2 കല്ലുമ്മക്കായും 2 ചായയും വാങ്ങി കഴിച്ചു കേട്ടോ. ബീച്ചിലെത്തിയാൽ പിന്നെ എനിക്ക് കല്ലുമ്മക്കായ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ബീഫും വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല തിരക്കും ബ്ലോക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വരുന്ന ടൈമിന് പള്ളിയിൽ നിന്ന് തെക്ബീറൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്താ പറയുക, തെക്ബീറൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ. സമാധാനവും സന്തോഷമൊക്കെയാണ്. എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ നമ്മൾ വാങ്ങിച്ച ബീഫ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നാളത്തെ റെസിപ്പി ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ഇവിടുത്തെ ഉപ്പാൻ്റെ സ്പെഷ്യൽ ഐറ്റമാണിത്. ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇപ്രാവശ്യവും ഉപ്പ പറഞ്ഞു ഞാൻ തന്നെ ബിരിയാണി റെഡിയാക്കിക്കോളാം, നിങ്ങളൊന്ന് ഹെൽപ്പ്, ചെറിയ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ ഒന്ന് ചെയ്ത് തന്നാൽ മതിയെന്ന്. അങ്ങനെ നമ്മൾ സവാളയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സമൂസയിലേക്കും അതുപോലെ തന്നെ ബിരിയാണിയിലേക്കും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതാ പഴം നിറച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ റെസിപ്പിയും ഒന്നും കാണിക്കുന്നില്ല, ഈ ഒരു പഴം നിറച്ചതിൻ്റെ വീഡിയോ മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ റെസിപ്പിയായിട്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ പഴം നിറച്ചത് നിങ്ങൾ ഒറ്റ പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് പെട്ടെന്ന് അങ്ങ് ഓടിച്ച് പോവാം. ആദ്യം തന്നെ ചൂടായ ഓയിലിലോട്ട് കാഷ്യൂ നട്ട്സും റൈസിൻസും ചേർത്ത് ഒന്ന് ബ്രൗൺ കളറാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിരകി വെച്ച തേങ്ങയും അതുപോലെ തന്നെ ഏലക്ക പൗഡറും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പഴം നിറച്ചതിൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ പെരുന്നാളിന് സ്നാക്സായിട്ട് കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ഇത്തവണത്തെ പെരുന്നാളിന് നമ്മൾ ആകെ 2 ഐറ്റംസ് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ, സമൂസയും പഴം നിറച്ചും. എന്താണെന്ന് വെച്ചാൽ ചൂട് കാരണം ആർക്കും ഒന്നും കഴിക്കാൻ വേണ്ട കേട്ടോ. പിന്നെ സമൂസ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് സമൂസ. നോമ്പിനൊക്കെ 30 ദിവസം സമൂസ ആ ടേബിളിൽ കാണണം, അല്ലെങ്കിൽ അപ്പം ചോദ്യം വരും കേട്ടോ, എവിടെ സമൂസ അല്ലേ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ 30 ദിവസം സമൂസ ഉണ്ടാക്കും. ഇനി ഇതാ നമ്മൾ കുറച്ച് ചിക്കന് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ബീഫ് ബിരിയാണിയുടെ സൈഡായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാനിതിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് പഴം ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഈ ഫില്ലിങ് അതിൽ വെച്ചിട്ട് നിറച്ചതിന് ശേഷം മൈദയും ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് അതിന് മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി വേറൊരു ടൈപ്പിലും ചെയ്തെടുക്കുക. ഫസ്റ്റ് നമ്മളൊന്ന് പഴം പൊരിക്കുക, എന്നിട്ട് അതൊന്ന് ചൂടാറിയ ശേഷം ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഫില്ലിങ്ങും കൂടെ നിറച്ചാൽ നമ്മുടെ പഴം നിറച്ച റെഡി കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടം ഫസ്റ്റ് നമ്മൾ പഴം പൊരിച്ചിട്ട് ഈ ഫില്ലിങ് നിറയ്ക്കുന്നതാണ്. ഇനി ഇതാ നമ്മുടെ സമൂസയ്ക്കുള്ള ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് ചിക്കന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ വേറെ സ്നാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉള്ളത് നല്ല ടേസ്റ്റിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ എല്ലാ മസാലകളും തേച്ച് പിടിപ്പിച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ പെട്ടെന്ന് പണി കഴിയുമല്ലോ, രാവിലെ എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ബിരിയാണിയിലേക്കുള്ള ബീഫും നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് കഴുകുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ അനിയൻ്റെ വൈഫ് സമൂസയുടെ പണികളൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ സമൂസ ഒരു ബോക്സിലാക്കി കുറച്ച് പൊടി തൂക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് രാവിലെ എടുത്ത് ഫ്രൈ ചെയ്യും.
പിന്നെ നമ്മുടെ മക്കൾസിൻ്റെ സൗണ്ട് കേട്ട് വെറുതെ ഒന്ന് സിറ്റ് ഔട്ടിലേക്ക് പോയതായിരുന്നു. അപ്പോഴാണ് അവർ കളിക്കുന്നത് കണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് കരുതി. പിന്നെ നമ്മുടെ മക്കൾസിൻ്റെ മൈലാഞ്ചി ഇടലും കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമാണ് കേട്ടോ മൈലാഞ്ചി ഇടാൻ. ട്യൂബ് കണ്ടാൽ പിന്നെ ഒരു സമാധാനവും ഉണ്ടാവില്ല. മൈലാഞ്ചി ഇട്ട് തരുമോ മൈലാഞ്ചി ഇട്ട് തരുമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇതാ ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഉറങ്ങാൻ കുറച്ചൊരു മടിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2:30 ടൈം ആയിട്ടുണ്ടാവും. അപ്പോഴും അവർ കളിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ വെറുതെ ഒന്ന് കിച്ചൺ വഴി പോയപ്പം അവിടെ നമ്മുടെ ഉപ്പാൻ്റെ ബിരിയാണി പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഉപ്പ പറഞ്ഞത് ഇങ്ങനെ തലേന്ന് മസാലയാക്കി വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം നെയ്ച്ചോറ് ഇട്ടിട്ട് ദമ്മിടാന്നാണ്. അപ്പോൾ വേഗം പണി കഴിയുകയും ചെയ്യും. അത് മാത്രമല്ല മസാല എല്ലാം കൂടെ അങ്ങ് സെറ്റാവുകയും ചെയ്യും. അപ്പോൾ കിച്ചണിലുള്ള പണികളൊക്കെ കഴിഞ്ഞ് ഞാനും അനിയൻ്റെ വൈഫും കൂടെ സ്റ്റിച്ച് ചെയ്തത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് കിടക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇപ്പോൾ സമയം 3 മണിയായി കാണും. ഈ ഒരു ടൈമിൽ നമ്മുടെ കിഡ്സ് റൂമിൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കാം. അവസ്ഥ ഇതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട്. മോന് കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് പോവാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് ഈദ് മുബാറക്ക് പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ സമയം ഒരു 7:30 ആയി കാണും. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് നിർത്തി ഈദ് മുബാറക്ക് പറയിപ്പിക്കണം എന്നൊക്കെ കരുതിയതാണ് കേട്ടോ. പക്ഷേ ഒരാളെ വിളിക്കുന്ന ടൈമിൽ അടുത്തയാളെ കാണൂല. അതുകൊണ്ട് തന്നെ ഞാനും കരുതി ഇനിയിപ്പം മതി, അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റും അങ്ങ് പോയിട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മൾ ബിരിയാണിയിലേക്കുള്ള തൈരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബിരിയാണി ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. സ്മെല്ല് മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ബീഫൊക്കെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ എടുക്കണമെന്ന് കരുതിയതാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ പെരുന്നാളാവുന്ന ടൈമിൽ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള അയൽവാസികൾക്കൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാളിൻ്റെ വീഡിയോയിൽ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീട്ടിലോട്ട് പോവാണ്. അതെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ചപ്പോൾ മക്കൾസ് പറഞ്ഞു നമുക്ക് പുറത്ത് പോകാമെന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് കേട്ടോ സെയിൻ അസ്ദാൻ, എൻ്റെ വീട്ടിലെ കുഞ്ഞു വാവ. മൂപ്പര് നല്ല കളിയിലാണ്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതി. എന്തേലും എല്ലാവരും പോയപ്പോഴാണ് ചിരിച്ചത്. അങ്ങനെ നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടെ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ഈ പെരുന്നാളൊക്കെ ആകുമ്പോഴാണല്ലോ എല്ലാവർക്കും ലീവ് ഉണ്ടാവുക. അപ്പോഴേ എല്ലാവരെയും ഒരുമിച്ച് കിട്ടുള്ളൂ. അങ്ങനെ ഒത്തിരി നേരം സംസാരിച്ചിട്ട് നമ്മൾ നേരെ വന്നത് ഹൈലൈറ്റ് മാളിലേക്കാണ്. വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല ബ്ലോക്ക് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് കുട്ടികൾ കുറച്ച് നേരം കളിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.